ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ മിസൈലുകൾ തീമഴ പെയ്യിക്കുന്നു. അമേരിക്കയുടെ കൂറ്റൻ യുദ്ധക്കപ്പലുകളെ സാക്ഷിയാക്കി ഇറാൻ നടത്തുന്ന ഈ സൈനിക പ്രകടനം വെറും ഒരു അഭ്യാസമല്ല എന്നുറപ്പല്ലേ. എന്നാൽ പ്രധാന ആശങ്ക ഇത് വരാനിരിക്കുന്ന ഒരു മഹായുദ്ധത്തിന്റെ മുന്നോടിയാണോ എന്നതാണ്. എന്തായാലും ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ജനീവയിലേക്കാണ്. അവിടെ ഒരു വശത്ത് സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ മറുവശത്താകട്ടെ അമേരിക്കയുടെ കൂറ്റൻ യുദ്ധക്കപ്പലുകളെ സാക്ഷിയാക്കി ഇറാൻ നടത്തുന്ന ഈ സൈനിക പ്രകടനവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും കരുത്തരായ സൈന്യത്തിന് തിരിച്ചു വരാൻ പറ്റാത്ത വിധം അടി കൊടുക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുന്നറിയിപ്പ് നൽകുമ്പോൾ ട്രംപിന്റെ B-2 ബോംബറുകൾ ഇറാന്റെ ആണവ നിലയങ്ങളെ ലക്ഷ്യം വെക്കുന്നു. സമാധാന ചർച്ചകൾക്കിടയിലും ഈ യുദ്ധകാഹളം മുഴങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഇറാൻ അമേരിക്ക ബന്ധം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? വിശദമായി പരിശോധിക്കാം. സമാധാന ശ്രമങ്ങൾക്കിടയിലാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ മിസൈൽ പരീക്ഷണവുമായി രംഗത്തെത്തിയത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ മണിക്കൂറുകളോളം അടച്ചിട്ടായിരുന്നു ഇറാന്റെ ഈ പ്രകോപനം. ലോകത്തിലെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന ഈ പാത അടച്ചിടുക വഴി ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ മുൾമുനയിൽ നിർത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ യുദ്ധക്കപ്പലായ എബ്രഹാം ലിങ്കൺ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കെ തന്നെയാണ് ഇറാന്റെ ഈ നീക്കം എന്നത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. അമേരിക്കയുടെ ഭീഷണിക്ക് മറുപടിയായി നടത്തിയ ഈ അഭ്യാസം കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചതായി ഇറാന്റെ വാർത്താ ഏജൻസിയായ തസ്നീം അവകാശപ്പെടുന്നു. ഈ സംഘർഷത്തിന് തിരികൊളുത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രകോപനപരമായ പ്രസ്താവനയാണ്. ജനീവയിൽ നടക്കുന്ന രണ്ടാം ഘട്ട ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ തങ്ങൾ മടിക്കില്ലെന്നും B-2 ബോംബറുകൾ അതിനായി സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി നൽകിയ മറുപടി അതിശക്തമായിരുന്നു. അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമായിരിക്കാം, പക്ഷേ അവർക്ക് ലഭിക്കുന്ന ഒരു അടി ചിലപ്പോൾ അവരെ എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം തളർത്തിയേക്കാം എന്നായിരുന്നു ഖമേനിയുടെ വാക്കുകൾ. ഈ ഒരു വാക്പോര് മേഖലയിലെ സുരക്ഷാ സാഹചര്യം വലിയ ആശങ്കയിലേക്കാണ് തള്ളിവിടുന്നത്. ഒരു വശത്ത് യുദ്ധഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് ജനീവയിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒമാൻ അംബാസഡറുടെ വസതിയിൽ വെച്ച് നടന്ന ഈ ചർച്ചകളിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അമേരിക്കയുടെ പ്രതിനിധികളും പങ്കെടുത്തു. ചർച്ചകൾ ക്രിയാത്മകമായിരുന്നു എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. എങ്കിലും ഒരു ആണവ കരാറിൽ പെട്ടെന്ന് ഒപ്പിടുന്ന സാഹചര്യം ഇപ്പോഴില്ല. സമാധാന ആവശ്യങ്ങൾക്കായി ആണവ ഗവേഷണം നടത്താൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഇറാൻ ആവർത്തിക്കുകയാണ്. എന്നാൽ ഈ സമാധാന സംസാരങ്ങൾക്കിടയിലും സൈനിക നീക്കങ്ങൾ നടക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ഇരട്ടത്താപ്പാണ് ശരിക്കും വ്യക്തമാക്കുന്നത്. ഈ പോരാട്ടത്തിൽ ഇസ്രയേലിന്റെ പങ്ക് വളരെ വലുതാണ്. ഇറാനെ തകർക്കാൻ അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിലും പല പരിമിതികളും അവരെ തടയുന്നു. ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെടുന്നത് ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ കൂടി നശിപ്പിക്കണമെന്നാണ്. എന്നാൽ അമേരിക്കയുടെ പ്രാഥമിക ലക്ഷ്യം ആണവ പരീക്ഷണങ്ങൾ നിയന്ത്രിക്കുക എന്നത് മാത്രമാണ്. ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് ഇറാന്റെ മിസൈലുകൾ ഭീഷണിയാകുമെന്ന ഭയവും അമേരിക്കയ്ക്കുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലോ ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിലോ കാണാത്ത ഒരു സവിശേഷ സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതെന്തെന്നാൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് ലോകത്തെ എണ്ണ വിപണിയെ തകർക്കും. ഹോർമുസ് കടലിടുക്ക് കൂടുതൽ കാലം അടച്ചിടേണ്ടി വന്നാൽ ഇന്ധനവില കുതിച്ചുയരുകയും
ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് ഇത് കാരണമാവുകയും ചെയ്യും. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ട്രംപ് കൂടുതൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയേക്കാം. ഇത് ഇറാനെ വീണ്ടും പ്രകോപിപ്പിക്കുകയും അവർ ആണവായുധ നിർമ്മാണത്തിലേക്ക് വേഗത്തിൽ നീങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് ഈ നീക്കങ്ങളെയെല്ലാം നോക്കിക്കാണുന്നത്. യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴും സമാധാനത്തിനായി വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും. പക്ഷേ ട്രംപിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ഖമേനിയുടെ ഭീഷണി വെറും വാക്കുകളിൽ ഒതുങ്ങുമോ? ലോകം മറ്റൊരു മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? വരും ദിവസങ്ങൾ ഇതിൽ നിർണായകമാകുമെന്ന് ഉറപ്പാണ്.